ശുദ്ധിയുള്ള മനസ്സോടുകൂടി നമുക്ക് മരണപ്പെട്ടു പോകാൻ സുഹൃത്തുക്കളെ സാധിക്കണം. അതിനെന്ത് വേണം? കാര്യത്തെ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ കാരണങ്ങളെ കൂടി നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ പലരും പല തെറ്റുകുറ്റങ്ങളും ഈ റമദാനിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷെ ആ തെറ്റിനെ മാത്രമാണോ നമ്മൾ ഒഴിവാക്കിയത്? ആ തെറ്റുണ്ടാകുന്ന ഒരു കാരണമുണ്ട്, ഒരു അടിസ്ഥാന കാരണമുണ്ട്. ആ കാരണത്തെയും ആ തെറ്റ് നിലനിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയെയും കൂടി ചികിത്സിക്കാൻ കഴിയുന്നവർക്ക്, കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ഒരു സമയത്ത് സന്തോഷം നിലനിർത്തുവാനും മരണം വരെ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും കഴിയുള്ളൂ. ഒരു കുട്ടി ഉമ്മയുടെ ഒക്കത്തിരുന്ന് ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി വിശന്നിട്ടാണ് കരയുന്നത്. പക്ഷെ വിശന്ന് കരയുന്ന കുട്ടിക്ക് ആ കരച്ചിൽ നിർത്തണമെങ്കിൽ കളിപ്പാട്ടം കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കളിപ്പാട്ടം കൊടുത്താൽ തൽക്കാലം കരച്ചിൽ അവിടെ അവസാനിക്കും, വീണ്ടും കരച്ചിൽ തുടങ്ങും. ആ കരച്ചിൽ അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? ആ കുട്ടിക്ക് ഭക്ഷണം തന്നെ കൊടുക്കണം. അവിടെ കാരണം വിശപ്പാണ്. ആ വിശപ്പിനുള്ള പരിഹാരം ഭക്ഷണമാണ്. ആ ഭക്ഷണം നൽകാതെ മറ്റെന്തു കൊടുത്തിട്ടും കാര്യമല്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും കാരണത്തെ നിലനിർത്തുകയും അതിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്നതാണ്. ഇന്ന് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം.